ടി.പി. വധക്കേസിന്റെ വിധിപ്രഖ്യാപനത്തോടനുബന്ധിച്ച് ടി.പി. ചന്ദ്രശേഖരന്റെ നാടായ വടകര ഓർക്കാട്ടേരി ടൗണിലടക്കം കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. 2 ബറ്റാലിയൻ പോലീസാണ് വിധിക്ക് ശേഷം സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വടകരയിലും സമീപ പ്രദേശങ്ങളിലും നിലയുറപ്പിച്ചിട്ടുള്ളത്. 11 മണിക്ക് വിധി വന്നപ്പോൾ ടി.പി. ചന്ദ്രശേഖരന്റെ വീട്ടിലെത്തിയ ആർ.എം.പി. പ്രവർത്തകർ പി. മോഹനൻ കുറ്റക്കാരനാണെന്ന തെറ്റായ വാർത്ത വന്നപ്പോൾ കൈയടിച്ചു, മുദ്രാവാക്യം വിളിച്ച് സന്തോഷിച്ചു. പക്ഷേ അല്പസമയത്തിനകം പി. മോഹനനെയും പടയങ്കണ്ടി രവീന്ദ്രനെയും കെ കൃഷ്ണനെയും വെറുതെ വിട്ട വാർത്തകൾ വന്നതോടെ കുടുംബമടക്കം നിരാശരായി. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിനാൽ വിധിയുടെ ആഹ്ലാദ പ്രകടനം CPM ആഘോഷിച്ചത് ലഡുവിന്റെ രൂപത്തിലായിരുന്നു. ഓർക്കാട്ടേരി ലോക്കൽ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി N. ബാലകൃഷ്ണനൊപ്പം ലഡു വിതരണത്തിന് കുന്നുമക്കര ലോക്കൽ സെക്രട്ടറി P. രാജനും പങ്കുചേർന്നു. ഞങ്ങളൊക്കെ വളരെ സന്തോഷവരാണ്, അങ്ങേയറ്റത്തെ സന്തോഷത്തിൽ ഉണ്ടായിരിക്കുകയാണ്. കാരണം രാമേന്ദ്രൻ കുറ്റം ചെയ്തിരാൻ സാധ്യത ഇല്ലയെന്ന് ഞങ്ങൾ കഴിഞ്ഞ കാലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാമേന്ദ്രനെ പറ്റി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് മേൽക്കോടതിയിൽ നിന്ന് രാമേന്ദ്രനും ഉൾപ്പെടെ ഒഴിവായി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പി. മോഹനന് ഓർക്കാട്ടേരിയിൽ വൻ സ്വീകരണമൊരുക്കുമെന്നും പറഞ്ഞു. വടകര ഏരിയ കമ്മിറ്റി ഓഫീസിലും സമീപ പ്രദേശങ്ങളിലും പ്രവർത്തകർ ലഡു വിതരണം ചെയ്തു. നിരോധനാജ്ഞ പിൻവലിക്കുന്നതോടെ വൻ സ്വീകരണങ്ങളായിരിക്കും കുറ്റവിമുക്തരാക്കിയവർക്ക് ഒരുക്കുക. മറ്റു പ്രതികളെ കൂടി മേൽക്കോടതി വെറുതെ വിടുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകർ. വടകരയിൽ നിന്നും PP. ബാസിമിനോടൊപ്പം ഫൗസിയ മുസ്തഫ, കോഴിക്കോട്, ഇന്ത്യ വിഷൻ.